കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രോക്കർ സംസാരിച്ചു കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോഴേക്കും സുഭാഷും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ പറഞ്ഞ കുട്ടിയില്ലേ ആ ഡിവോഴ്സ് കേസ് എന്നവൻ പറയുമ്പോൾ അതെ, ആരെങ്കിലും ഉണ്ടോ എന്ന് ബ്രോക്കറും ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെ ആയാലോ എന്നവൻ ചോദിക്കുമ്പോൾ ബ്രോക്കർ സംശയത്തോടെ സുഭാഷിനെ നോക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് എന്ന് സുഭാഷും പറയുന്നുണ്ട്. താൻ ഓക്കെ ആയിരിക്കും, പക്ഷെ വീട്ടുകാരോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം എന്നവനും പറയാണ്. ആ കുട്ടിക്ക് തന്നെക്കാൾ 2-3 വയസ്സ് കൂടുതലുണ്ടാവും എന്ന് ബ്രോക്കർ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, ഇക്കാലത്ത് അതൊക്കെ ആര് നോക്കാനാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. എന്നാലും എന്ന് ബ്രോക്കർ സംശയത്തോടെ പറയുമ്പോൾ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞ് പെൺവീട്ടുകാർക്ക് ഡിമാൻഡ് അധികമാണെന്ന്, ഇതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാനും ഓക്കെയാ എന്നവനും പറയുന്നുണ്ട്. എന്നാലും ഒന്ന് കാണാതെ എങ്ങനെയാ എന്ന് ബ്രോക്കർ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഡിമാൻഡില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് സുഭാഷും പറയാണ്. ശരി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്നും പറഞ്ഞ് ബ്രോക്കർ അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ പപ്പായ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രോക്കർ സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഭാഷേ, ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചേട്ടാ എന്നവനും ചോദിക്കാണ്. പെണ്ണ് കാണാൻ പോകണ്ടേ എന്ന് ബ്രോക്കർ പറയുമ്പോൾ എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞതല്ലേ എന്നവനും പറയാണ്. താൻ ഓക്കെ ആയാൽ മതിയോ, പെൺവീട്ടുകാർക്കും കൂടി ഒന്ന് കാണണ്ടേ എന്നയാൾ പറയുമ്പോൾ എൻ്റെ കാര്യമൊക്കെ ചേട്ടൻ പറഞ്ഞതല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതാ, എന്നാലും അവർക്കൊന്ന് കാണണ്ടേ, എന്നാലല്ലേ അവർക്കൊരു വിശ്വാസം വരൂ എന്ന് പറയുമ്പോൾ സുഭാഷും അതിന് സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇന്ന് വൈകുന്നേരം തന്നെ ഫിക്സ് ചെയ്യാലേ എന്നയാൾ പറയുമ്പോൾ ഇന്ന് വൈകുന്നേരമോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അതിനെന്താ, എല്ലാം പെട്ടെന്നാവുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയാണ് സുഭാഷ്. എങ്കിൽ പിന്നെ 5 മണിക്ക് ഫിക്സ് ചെയ്യാം, ആരൊക്കെ വരും, അച്ഛനും താനും പിന്നെ അനിയന്മാരും സുധീഷിൻ്റെ വൈഫും അങ്ങനെയല്ലേ പറയണ്ടേ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ വേണ്ട, അവരൊന്നും വരുന്നില്ല, ഞാൻ മാത്രമേ വരുന്നുള്ളൂ, ഞാൻ കുട്ടിയെ കണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം അവരെയും കൊണ്ട് കാണിക്കാം എന്ന് സുഭാഷും പറയാണ്. എങ്കിൽ പിന്നെ വൈകുന്നേരം 5 മണിക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാല്ലേ എന്ന് ബ്രോക്കർ പറയുമ്പോൾ അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നേ, വല്ല റെസ്റ്റോറൻറ്റിലും വെച്ച് കാണുന്നതല്ലേ നല്ലത്, പിന്നെ എല്ലാവരും ഓക്കെ ആണെങ്കിൽ അടുത്ത തവണ വീട്ടിൽ പോയി കാണാം എന്ന് സുഭാഷ് പറയുമ്പോൾ ശരി എന്ന് ബ്രോക്കറും സമ്മതിക്കുന്നുണ്ട്. രാവിലെ ബസ് സ്റ്റോപ്പിലെത്തിയ സുധീഷും നിധിയും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷ് ഇടയ്ക്കിടെ ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ നോട്ടം കണ്ട് സുധീഷും നിധിയോടായി അവൻ്റെ നോട്ടം കണ്ടോ എന്നും പറഞ്ഞ് നികേഷിനെ ചേർത്ത് പിടിച്ച് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആ കുട്ടി എന്നെ തന്നെയാണോ നോക്കുന്നത് എന്ന് എനിക്കൊരു സംശയം എന്ന് നികേഷ് പറയുന്നുണ്ട്. നീ ഇങ്ങനെ നോക്കി നിന്നോ, ആ കുട്ടിയോട് പോയി സംസാരിക്കല്ലേ വേണ്ടേ എന്ന് സുധീഷ് പറയുമ്പോൾ അവൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് നികേഷ് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ പോയി സംസാരിക്കേ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ, അവന് വേണമെങ്കിൽ പോയി സംസാരിച്ചോളും എന്ന് നിധിയും പറയുന്നുണ്ട്. എൻ്റെ നിധി, ആ കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവൻ പോയി ചോദിച്ചാലേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് നികേഷിനോടായി ചെല്ലടാ, ചെന്ന് ആ കുട്ടിയോട് സംസാരിക്കേ, പിന്നെ പറ്റുമെങ്കിൽ നമ്പറും വാങ്ങിച്ചെടുത്തോ, പിന്നെ എല്ലാം എളുപ്പമല്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ നികേഷും അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ചെല്ലടാ, ചെന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ നിർബന്ധിക്കുമ്പോൾ നികേഷും ഒരു ചിരിയോടെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ അങ്ങോട്ട് പോയി ആ കുട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോഴേക്കും സുധീഷും അവനെ നോക്കിക്കൊണ്ട് നിധിയോടായി നോക്കു നിധി, അവൻ്റെ മുട്ടുകാലിടിക്കുന്നത് എന്നൊരു ചിരിയോടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്ന പണിയില്ലേ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അല്ല നിധി, അവൻ കുറച്ചു കാലം കഴിഞ്ഞ് ജോലിക്ക് കിട്ടി ഏതെങ്കിലും ഓഫീസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ സ്ത്രീകളോടൊക്കെ സംസാരിക്കേണ്ടി വരില്ലേ, അതിനുള്ള ഒരു പ്രാക്ടീസും കൂടിയായത് എന്ന് സുധീഷും പറയുന്നുണ്ട്. നികേഷ് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളോടൊന്ന് ചിരിക്കുന്നുണ്ട്. അവൾ തിരിച്ച് ചിരിക്കുമ്പോഴേക്കും ഹലോ എന്നവൻ പറയാണ്. ഹലോ എന്നവൾ തിരിച്ചും പറയുന്നുണ്ട്. അല്ല, ചോദിക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത്, കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നവൻ പറയുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് സുധീഷിനെ ഒന്ന് നോക്കുന്നുണ്ട് ആ കുട്ടി. നികേഷും അവിടെ നിന്ന് അവളൊത്തുള്ള ജീവിതമൊക്കെ സ്വപ്നം കാണാണ്. അപ്പോഴേക്കും ഒരു ഓട്ടോ വന്ന് നിധി അതിൽ കയറി പോകുന്നുണ്ട്. അപ്പോഴാണ് തോമസ് ചേട്ടൻ തന്റെ കാറ് നിർത്തി സുധീഷിനെ അവിടുന്ന് വിളിക്കുന്നത്. എടാ സുധീഷേ, ഈ നോട്ടം പോവാനില്ലേ, എന്താ അവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നേ തോമസ് ചേട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ വാ, ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് അയാൾ വിളിക്കുമ്പോഴേക്കും നികേഷിനോട് യാത്ര പറഞ്ഞ് സുധീഷ് അവിടുന്ന് പോകുന്നുണ്ട്. ആ പെൺകുട്ടിയും സുധീഷിനെ ഒന്ന് നോക്കാണ്. അല്ല, എന്താ പറയാന്ന് പറഞ്ഞേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് തൻ്റെ ചേട്ടനോടാ സംസാരിക്കണ്ടേ, അടുത്ത് ചെന്ന് പറയാൻ എന്തോ ഒരു പേടി, അതാ തന്നോട് സംസാരിക്കുന്നേ, പറ്റുമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരുമോ എന്നവൾ ചോദിക്കുമ്പോൾ നികേഷ് നേരത്തെ കണ്ട സ്വപ്നങ്ങളൊക്കെ വിഷമത്തോടെ ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും ബ്രോക്കർ പറഞ്ഞതനുസരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നുണ്ട്. അവനകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ ഒരു ടേബിളിൽ ബ്രോക്കർ ഇരിക്കുന്നത് കാണാണ്. എന്താ സുഭാഷേ, ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ആരെയും കൂട്ടില്ലാന്ന്, എല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പോൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ കാണിക്കാം എന്ന് സുഭാഷും പറയാണ്. അപ്പോഴേക്കും പെൺകുട്ടിയും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ബ്രോക്കർ സുഭാഷിനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവളും ഞാൻ ജയന്തി, എൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഡിവോഴ്സായെന്ന് പറഞ്ഞു എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഡിവോഴ്സ് ആയിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ കിട്ടും എന്നവൾ പറയുമ്പോൾ സുഭാഷും സംശയത്തോടെ ബ്രോക്കറെ നോക്കാണ്.
അതെ, പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് ബ്രോക്കറും പറയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടിയും, ഞാൻ ഇനി എന്നെ പറ്റി പറയാം, എൻ്റെ പേര് ജയന്തി, എൻ്റെ ആദ്യ വിവാഹം ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാരെ എതിർത്തിട്ടായിരുന്നു വിവാഹം. അധികം വൈകാതെ തന്നെ എൻ്റെ ഭാഗത്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും. ഒടുവിൽ ഒരു 4-5 വർഷം ഞാൻ എങ്ങനെയോ ഉന്തിത്തള്ളി നീക്കി. ഒട്ടും സഹിക്കാതായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇപ്പൊ 2 വർഷമായി എൻ്റെ വീട്ടിലാ. അയാളുടെ ഫാമിലിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് കിട്ടുമ്പോഴേക്കും എനിക്ക് വേറെ ഒരു കല്യാണം കഴിയണം. ഡിവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എനിക്ക് മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അയാളും വിവാഹം നോക്കുന്നുണ്ട്. അതിനു മുന്നേ എൻ്റെ വിവാഹം നടക്കണം. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. എല്ലാം കേട്ടിട്ട് ഇയാൾക്ക് സമ്മതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി എന്നവൾ പറയുമ്പോൾ, ഇതൊക്കെ ഞാൻ സുഭാഷിനോട് നേരത്തെ പറഞ്ഞതാ, അവന് കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സ് പിന്നെ പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ സുഭാഷേ എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നേരിട്ട് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറയരുതല്ലോ. അതുകൊണ്ടാ. ഇതൊക്കെ കേട്ടിട്ട് താൻ ഓക്കെയാണോ എന്നവൾ ചോദിക്കുമ്പോൾ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ എന്നവനും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇയാളുടെ കാര്യങ്ങളൊക്കെ പറയ് എന്നവൾ പറയുമ്പോൾ, എൻ്റെ പേര് സുഭാഷ്, പറഞ്ഞല്ലോ മേസ്തിരിയാണ്. വീട്ടിൽ ഞാനും എൻ്റെ 3 അനിയന്മാരും ഉണ്ട്. പിന്നെ നേരെയുള്ള അനിയൻ്റെ ഭാര്യയുണ്ട് നിധി. അവൾ ആർക്കിടെക്റ്റാ, നല്ല കുട്ടിയാ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ വേണമെന്നാ എൻ്റെ ആഗ്രഹം. എൻ്റെ അനിയന്മാരാണ് എനിക്കെല്ലാം. അവരില്ലാതെ എനിക്കോ ഞാനില്ലാതെ അവർക്കോ ജീവിക്കാൻ കഴിയില്ല എന്നവൻ പറയുമ്പോൾ, ശരി എന്നവൾ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ജോലിയുടെ കാര്യം അറിയാലോ അല്ലേ എന്നവൻ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്കറിയാം, വേറെന്തെങ്കിലും ഉണ്ടോ എന്നവൾ ചോദിക്കാണ്. ഏയ് വേറെ ഒന്നുമില്ല എന്നവൻ പറയുമ്പോൾ, എങ്കിൽ പിന്നെന്താ എന്നവളും ചോദിക്കാണ്. ജ്യൂസ് ഓർഡർ ചെയ്യട്ടെ എന്നവൻ ചോദിക്കുമ്പോൾ, ഞാൻ ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞ് അവൾ ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ടെൻഷനോടെ ടേബിളിലിരിക്കുന്ന നികേഷിനെ കണ്ട്, എന്താടാ കാര്യം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഏട്ടത്തി, ഞാൻ രാവിലെ ബസ് സ്റ്റോപ്പിൽ വച്ച് കണ്ട കുട്ടിയില്ലേ എന്നവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് എത്താണ്. ഡാ, രാവിലത്തെ നിന്റെ ബസ് സ്റ്റോപ്പ് കേസ് എന്തായെന്നറിയാനാ ഞാൻ ജോലി പോലും നിർത്തി ഇങ്ങോട്ട് ഓടി വന്നേ. എന്താ കാര്യം എന്ന് പറഞ്ഞേ എന്നവൻ പറയുമ്പോൾ, ഒന്നുമില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. നീ നിധിയോട് പറയാനിരുന്നില്ലേ, അതെന്നോടും കൂടി പറഞ്ഞാൽ മതി എന്നവൻ പറയുമ്പോൾ, വന്നത് തൊട്ട് നല്ല മൂഡ് ഓഫാ എന്ന് നിധിയും പറയുന്നുണ്ട്. എടാ എന്താടാ കാര്യം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്നവനും പറയുന്നുണ്ട്. അവളെന്താ നോ പറഞ്ഞോ? നോ പറഞ്ഞെങ്കിൽ എന്തിനാ മുഖത്ത് നോക്കി വിളിച്ചേ എന്നവളോട് ചോദിക്കായിരുന്നില്ലേ എന്ന് സുധീഷ് പറയുമ്പോൾ, അതിനവൾ എന്നെ നോക്കിയല്ലോ ചിരിച്ചേ എന്ന് നികേഷും പറയുന്നുണ്ട്. പിന്നെ ആരെ നോക്കിയാ ചിരിച്ചേ? അവിടെ പിന്നെ ആരാ ഉണ്ടായേ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ, സുധീഷ് ഏട്ടൻ എന്നവനും പറയാണ്. സുധീഷും ഒരു ഞെട്ടലോടെ നികേഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും സംശയത്തോടെ, എന്നെയോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, സുധീഷ് ഏട്ടൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. സുധീഷ് ഏട്ടനോട് നേരിട്ട് ചോദിക്കാൻ പേടിയായതുകൊണ്ട് എന്നോട് ചോദിച്ചെന്നാ പറഞ്ഞേ എന്ന് നികേഷ് പറയുമ്പോൾ, സുധീഷും നിധിയൊന്ന് നോക്കിക്കൊണ്ട്, എന്നാലും എൻ്റെ നമ്പർ അവൾ ചോദിച്ചോ എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിന്നോടെങ്ങനെ അവൾ ചോദിച്ചേ എന്ന് സുധീഷ് പറയുമ്പോൾ, അത് പിന്നെ ഞങ്ങൾ സെയിം ഏജ് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, അതാ എന്നോട് ചോദിച്ചേ എന്ന് നികേഷും പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ഇരിക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് സുധീഷും അവളുടെ അടുത്തേക്ക് ചെന്ന്, എന്താ ചെയ്യുക, നാട്ടിലെ പെൺപിള്ളേർക്കൊക്കെ എന്നോടാണ് അത്ര ക്രഷ്. ഇത്തിരി ഭംഗി കൂടി പോയതിൻ്റെ ഓരോ കുഴപ്പങ്ങളെ കേട്ടില്ലേ നിധി എന്ന് സുധീഷ് പറയുമ്പോൾ, അതാ ഞാൻ ആലോചിക്കുന്നത്. ഇത്തിരി നല്ല സ്വഭാവമുള്ള ഒരാൺകുട്ടിയെയും ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും വേണ്ട എന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നിധി. സുധീഷും അത് കേട്ട്, ഞാനെന്താടാ നല്ല പയ്യനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സുധീഷ് ഏട്ടനോ പയ്യനോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. നീ എന്നിട്ട് അവളോട് എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഞാൻ പിന്നെ അവളോട് മിണ്ടിയില്ല, വൃത്തികെട്ടവള് എന്ന് നികേഷും പറയുന്നുണ്ട്. വെരി ഗുഡ് എന്നും പറഞ്ഞുകൊണ്ട് നിധിയെ നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ മുഖം തിരിച്ച് നിൽക്കുന്ന നിധിയെ കണ്ട് സുധീഷും ഒരു ചിരിയോടെ, എടാ നമ്മൾ തേടിപ്പോയാള് നമ്മളെ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മളെ തേടി വരുന്നവരെ നമ്മൾ എന്തിനാ ഉപേക്ഷിക്കുന്നേ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അല്ലേടാ നികേഷേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, സുധീഷ് ഏട്ടൻ എന്താ ഭ്രാന്തായോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതേടാ, ഇങ്ങോട്ടൊരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സുഖമുള്ള ഒരു ഭ്രാന്ത് നമുക്ക് വരും അല്ലേ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അല്ലെങ്കിലും അതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാനാ, ഇയാൾ ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് സുധീഷിനോടായി. അന്നൊരിക്കൽ ആ കുട്ടി എന്നോട് ചിരിച്ചിരുന്നു, പക്ഷേ ഇതാ കാര്യം എനിക്ക് മനസ്സിലായില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ചെന്ന് സംസാരിച്ചേനെ. എന്നാലും എന്നെ ഇഷ്ടപ്പെടാൻ എന്തായിരിക്കും കാരണം എന്ന് സുധീഷ് പറയുമ്പോൾ, അവളുടെ ടേസ്റ്റ് കൊള്ളില്ല അതന്നെ എന്ന് നികേഷ് പറയുന്നുണ്ട്. എന്ന് നികേഷ് പറയുമ്പോൾ, എടാ നിനക്ക് എന്നോട് അസൂയല്ലേ അല്ലേ നിധി, ഇവൻ എന്നോട് അസൂയല്ലേ പറയ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ദേഷ്യത്തോടെ സുധീഷിനെ നോക്കിയിരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും